അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയതിനു ശേഷം ഒരു ടൂറ് പോയാലോ എന്ന് ആലോചിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ടൂറ് പോകാനൊരു പ്ലാൻ ചെയ്യണം. സാധാരണ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു ടൂറ് പോകാൻ തീരുമാനിച്ചാൽ അത് എന്തെങ്കിലും മുടക്കുകൾ വിചാരിച്ച് അങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ചിലപ്പം ടൂർ പ്രോഗ്രാമുകൾ നടക്കില്ല വിചാരിച്ചിട്ട് നമ്മളതിന് മുൻകൈ ഒന്നും എടുത്തില്ല കേട്ടോ. പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി നമുക്ക് ഫാമിലി ആയിട്ട് മൈസൂരിലേക്ക് ടൂറ് പോകുകയല്ലേ പ്ലാൻ ചെയ്തു. അപ്പോൾ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ഫാമിലിയും കുട്ടികളും മക്കളൊക്കെ എല്ലാവരും ഓക്കെയാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ പുലർച്ചെ ഒരു 5:30 വീട്ടിൽ നിന്ന് മൈസൂരിലേക്ക് ഇറക്കാം കേട്ടോ. മൈസൂരിലേക്കാണ് പറഞ്ഞപ്പോൾ തന്നെ പാലസുകളും അതുപോലെ തന്നെ വലിയ വലിയ ഓരോ കാഴ്ചകളും കാണാമെന്ന ആവേശത്തോടെ കുട്ടികളും അതുപോലെ തന്നെ വൈഫും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നുണ്ടോ. കൂടെ കൂട്ടുകാരനും അവൻ്റെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകക്കോ മൈസൂരിക്കോ എവിടേക്ക് പോയതിനൊക്കെ മുമ്പ് തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ആ തേക്കിൻ തോട്ടമില്ല, അതിനെ 4 പുറമുള്ള ആ റൂട്ടിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നല്ലൊരു സുന്ദരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമുക്ക് കാഴ്ചയിൽ കണ്ടത്. ഏതായാലും മൈസൂരിലേക്കുള്ള യാത്ര തുടക്കം തന്നെ നല്ല ശാന്തി സമാധാനത്തോടെ ഐശ്വര്യത്തോടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ നൽകിക്കൊണ്ട് ഞങ്ങൾ നിലമ്പൂർ തോട്ടത്തിൻ്റെ മൈതാനിയിലൂടെ റോഡിനരികിലൂടെ ഉള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മൈസൂരിലേക്ക് ലക്ഷ്യം വെച്ച് നമ്മുടെ വാഹനം പ്രയാണം ആരംഭിച്ചിട്ടോ. കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും നിലമ്പൂർ തേക്കുംതോട്ടവും അതിൻ്റെ പരിസരവും നന്നായി ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും റോഡിൻ്റെ 2 സൈഡുകളിലായി കുട്ടികളും പെണ്ണുങ്ങളും നല്ലവണ്ണം ആ സുന്ദരമായ കാഴ്ചകൾ കണ്ട് മനോഹരമായ ആ കാഴ്ചയെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ നാടുകാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാടുകാട് ചുരം കയറുന്നതിന് ഒപ്പം തന്നെ ഒരുപാട് മങ്കി നമ്മുടെ അടുത്തുകളുണ്ടായിരുന്നു. നല്ല രസമുള്ള കാഴ്ചകൾ, ഫോറസ്റ്റുകൾ പോലെ അനുഭവപ്പെടുന്ന കാട്ടിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാനും സാധിച്ചിട്ടു. ചുരമായതുകൊണ്ട് തന്നെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ നിന്നും കട്ടായി. എന്നാലും ചില സമയങ്ങളിൽ റേഞ്ച് വന്നുകൊണ്ട് നമുക്ക് ചില കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താൻ പറ്റി. എന്നാലും ആ കാടിനിടയിലൂടെയുള്ള ആ ചുരത്തിനിടയിലൂടെയുള്ള ആ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടങ്ങൾ വളരെ മലനിരകളായി കാണുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അടിപൊളി സ്ഥലമാണ്. കണ്ടാൽ തന്നെ നമ്മുടെ കൺകുളിർ കണ്ട കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലെത്തിയപ്പോഴേക്കും ആദിയും ഹാബിയും ഷെയാനൊക്കെ വാഹനത്തിൻ്റെ ഗ്ലാസുകൾ താത്തി 4 പുറം നോക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ശ്രമത്തിനിടയിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ തോട്ടത്തിലെത്തിയപ്പോൾ മാൻപേടകളായിരുന്നു. ആണും പെണ്ണുമായി കൊമ്പുകളുള്ളതുമായിട്ടുള്ള പലതരം മാനുകളെ കാണാനിടയായി. കുട്ടികൾക്ക് വളരെ കൗതുകമായ കാഴ്ചകൾ തന്നെയായിരുന്നു. അതിനിടയിലേക്കാണ് നമ്മുടെ കൊമ്പനാനകൾ വരുന്നത്. ആനകൾ വരുന്നത് കണ്ടാൽ നമ്മുടെ വാഹനങ്ങളെ ലക്ഷ്യമാക്കി വരുന്നതായിരിക്കും തോന്നുക. പക്ഷേ അവർ അവരുടെ മേയ്ക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ടും കൂടി പോയപ്പോൾ ഒരാനെ കണ്ടപ്പോൾ നമുക്ക് വലിയ വിഷയം തോന്നിയില്ല. പിന്നെയാണ് കൂട്ടമായ ആനകൾ മുന്നോട്ട് വന്നത്. കൂട്ടമായ ആനകളെ കണ്ട് നമ്മളാകെ അമ്പരന്നു പോയി. അപ്പോഴാണ് 1, 2, 3 ഒന്നല്ല, ഒരു 4-5ഓളം ആനകൾ നമ്മുടെ ഈ റോഡിനരികിലൂടെ കാണാനിടയായി. അതിൽപ്പെട്ട ആനക്കുട്ടികളും ആനകളുമാണ് കേട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലങ്ങളുമാണ്. അത് തന്നെ അവരെ കൊണ്ട് യാതൊരു ശല്യവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മുടെ വാഹനം മൈസൂരിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര തുടരുകയാണ്. ഇതിനിടയിൽ തന്നെ നമ്മൾ വീണ്ടും ഫോറസ്റ്റിൽ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു. സ്വാഭാവികമായി കാട്ടുപോത്തുകളോടൊപ്പം ചെറിയ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി നമ്മൾ കാട്ടുകളുടെ യാത്രയിൽ കൂടുതലൊന്നും എന്തെല്ലാം കാണാറില്ല. ഇത് എന്താണാവോ, നല്ല കാഴ്ചകളും ആദിക്കും ഷെയാനിക്കും ആഫിക്കും വളരെ കൗതുകമാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും വളരെ ഇഷ്ടമായ യാത്രയായിരുന്നു ഈ ഫോറസ്റ്റിലൂടെയുള്ള മനോഹരമായ യാത്ര. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലെ ഓരോ കൗതുക കാഴ്ചകളും കണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ മൈസൂരിലെ ആ മനോഹരമായ കർണാടക സ്റ്റേറ്റിലെ ആ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ് കണ്ണെത്താ ദൂരത്തേക്ക് സ്ട്രൈറ്റായി വളരെ മനോഹരമായി നല്ല വീതിയിൽ നീളത്തിലും വളരെ മനോഹരമായ രീതിയിലാണ് അവിടുത്തെ റോഡുകളൊക്കെ കാണാനിടയായത്. ഡ്രൈവറിന് കൂടുതൽ ഡ്രൈവ് ചെയ്യാനുള്ള താല്പര്യവും അതുപോലെ തന്നെ മടുക്കാത്ത രീതിയിലുള്ള റോഡുകളുമാണ് എന്ന് ഡ്രൈവർ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. നല്ല അടിപൊളി റോഡ് മാത്രമല്ല, ഇവിടെ വലിയ വലിയ ട്രാഫിക് ജാമുകളോ അതല്ലെങ്കിൽ ഇത്തരം മേഖലകളിലൂടെയുള്ള ബ്ലോക്കുകളോ ഒന്നും കാണാനിടയില്ല എന്നും ഡ്രൈവർ അഭിപ്രായപ്പെട്ടു.
അങ്ങനെ ഞങ്ങൾ മലകളും കുന്നുകളും മറ്റു അരുവികളും താണ്ടി മൈസൂരിൻ്റെ ഓരോ ഭാഗങ്ങളെയും കണ്ണോടിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ റോഡിനിടയിലൂടെ നമ്മൾ സൂര്യകാന്തി തലയുയർത്തി നിൽക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഓരോ ഭാഗത്തേക്ക് മൈസൂരിൻ്റെ ഓരോ യാത്രയിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്ന യാത്രയിലെ ഓരോ ഭാഗവും വളരെ മനോഹരമായിരിക്കാം. പക്ഷേ അത് മുഴുവനായിട്ടും നമ്മൾ പോകുന്ന ഫ്ലോട്ടുകൾ എല്ലാ ഭാഗവും കാണിക്കുന്നതല്ല. എവിടേക്ക് പോയി എന്നൊക്കെ നമ്മൾ ഇതിൽ കാണിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഓരോ ഭാഗങ്ങളും വ്യക്തമായി മറ്റു രീതിയിൽ പോകും. അങ്ങനെ നമ്മൾ ഇവിടെ ഒപ്പം നിന്ന് നമ്മളെ ഹാദി എന്തോ സോപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് സോപ്പിട്ട ഉടനെ തന്നെ ആദ്യം പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ എന്തെങ്കിലും പറയട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ അവനക്ക് ഫ്രീ ആയി കൊടുത്ത് ക്യാമറ അവൻ്റെ മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ അവൻ കാര്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അവനക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്താ പറയാമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നിൽ നിന്നും ആ ഫോൺ വാങ്ങിക്കഴിഞ്ഞു. കാടുകൾ കണ്ടു, അതിൽ നല്ല മാനകൾ ഉണ്ടായിരുന്നു. പുലി ഉണ്ടായിരുന്നു. ആ പുലി പറ്റി ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പുലിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പച്ചി എന്നാ പറയാ, ആദ്യം നുണ അറിയാം, ഇന്നാളല്ലേ അറിയുള്ളൂ. ഇനി പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊക്കെ ബ്ലോക്കൊക്കെ കാണിക്കാണ്ട് ഇവിടെ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് തോന്നുന്ന സംശയം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൈസൂരിലെ നെഞ്ചൻഗഡ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ഈ ടൂറിസ്റ്റ് സന്ദർശകരടക്കം എല്ലാ ഭാഗങ്ങളും വിലയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പോലീസ് അകമ്പടിയോടെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവരുടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ ചുറ്റുപുറമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും യാത്രയായി ഏറ്റവും വലിയ ഫിഷ് അക്വേറിയമായ ഈ ഫിഷ് അക്വേറിയത്തിലേക്ക് ഞങ്ങൾ സന്ദർശനം നടത്തി. അതിനുശേഷമാണ് ഞങ്ങൾ സൂമിലേക്ക് പോയത്. സൂമിൻ്റെ നാനാഭാഗവും കണ്ട കാഴ്ചകൾക്ക് ശേഷം സൂം നിന്നും ഒഴിവായി തിരിച്ച് അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്ക് യാത്രയായി. ഈ ചർച്ചിൻ്റെ നാനാഭാഗങ്ങളും ഞങ്ങൾ കണ്ടു. ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്രയാകാൻ ആഗ്രഹിച്ചു. ഇവിടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ സന്ദർശിച്ച് വളരെ വ്യക്തമായ വീഡിയോകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മറ്റ് വീഡിയോകളിൽ നമ്മൾ പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് യാത്രയായി. അങ്ങനെ ഞങ്ങൾ മൈസൂരിലെ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലമായിട്ടുള്ള ബൃന്ദാവനത്തിലേക്ക് ലക്ഷ്യം വെച്ച് വാഹനം യാത്രയായി. അങ്ങനെ ആ യാത്രയിൽ റോഡിൻ്റെ നാനാഭാഗങ്ങളിലും രണ്ട് പുറങ്ങളിലായിട്ടും മരങ്ങളും അതുപോലെ തന്നെ പാടങ്ങളും നെൽക്കതിരുകളും വളരെ മനോഹരമായ രീതിയിൽ രൂപാന്തരം ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊപ്പമാണ് നമ്മൾ ഒരു മീൻപിടുത്തക്കാരനായ മുക്കുവനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് അതിൽ മീൻ കിട്ടിയോന്നറിയാനുള്ള ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തുനിന്നു. അദ്ദേഹത്തിന് നല്ല ഒരു പരലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൃന്ദാവനത്തിലേക്കെത്തി. വൃന്ദാവനത്തിലെ എല്ലാ ഭാഗങ്ങളും കണ്ട് ഞങ്ങൾ അന്ന് രാത്രി മടങ്ങി. പിറ്റേ ദിവസം രാവിലെ മൈസൂർ പാലസ് 10:30 മണിക്ക് തുറക്കുമെന്നറിഞ്ഞ് ആ സമയത്ത് അവിടെ വന്ന് മുഴുവൻ ഭാഗങ്ങളും സന്ദർശിച്ച് അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ മൈസൂരിലെ റെയിൽ മ്യൂസിയത്തിലേക്ക് യാത്രയായത്. മൈസൂരിലെ റെയിൽ മ്യൂസിയം വളരെ മനോഹരമായ കാഴ്ചകൾ പങ്കുവെച്ച് അവിടെ നിന്ന് ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയമായിട്ടുള്ള ടിപ്പു സുൽത്താൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയത്തിൻ്റെ കവാടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ എന്തോ കാണുന്നുണ്ട് എന്ന് കരുതി ഞാൻ ആ ഭാഗത്തേക്ക് പതുക്കെ നടന്നുപോയി. അങ്ങനെ അവിടെ നിന്നുണ്ടായ ആ കമ്പിയിൽ പിടിച്ച് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ മനോഹരമായ മൈതാനത്തെ കണ്ട് ഞാൻ അമ്പരന്ന് പോയി. വളരെ മനോഹരമായ കാഴ്ച. കണ്ണെത്താ ദൂരത്തേക്ക് നോക്കുമ്പോഴും എല്ലാം വളരെ 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 മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ആ മൈതാനം കണ്ട് ഞാൻ തന്നെ ഒന്ന് അസൂയപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്നും യാത്രയായി. ഇവിടുത്തെ ഏറ്റവും വലിയ കാർ മ്യൂസിയമായ വെഹിക്കിൾ മ്യൂസിയത്തിലേക്ക് സന്ദർശിച്ച് ഞങ്ങൾ അവിടെ നിന്നും പതുക്കെ യാത്രയായി.
ഞങ്ങളുടെ ഫോറസ്റ്റ് അടക്കുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൃത്യം 4:30 മണിക്ക് തന്നെ മൈസൂരിൽ തിരിച്ച് യാത്ര